ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു ലേണിംഗ് നൗ. നമ്മൾ ഈ ഒരു വീക്കിൽ ഗേറ്റിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ഇലക്ട്രോണിക് ഡിവൈസസിന്റെ MCQ അഞ്ചാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. First one, JFET in a circuit shown in the given figure has IDS is equal to 10 milliampere and VP is equal to minus 5 volt. Value of the resistance RS for the drain current IDS is equal to 6.4 milliampere. Okay, അപ്പോൾ നമുക്ക് ഒരു JFET ന്റെ സർക്യൂട്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഡ്രെയിൻ IDS നമുക്ക് 10 milliampere തന്നിട്ടുണ്ട്. VP okay, peak voltage നമുക്ക് -5 voltage തന്നിട്ടുണ്ട്. Then value of the resistance RS ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഡ്രെയിൻ കറന്റ് IDS that is equal to 6.4 milliampere ആണ്. ഓക്കെ, അപ്പോൾ RS ന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ A is the right answer. 156 ohms ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. IDS is equal to IDSS into 1 minus VGS by VP whole square ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ VGS ന്റെ വാല്യൂ നമുക്ക് അറിയില്ല, ബാക്കിയെല്ലാം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IDS എന്ന് പറയുന്നത് 6.4 milliampere ആണ്, IDSS എന്ന് പറയുന്നത് 10 milliampere ആണ്. Then 1 VP എന്ന് പറയുന്നത് -5 whole square. അപ്പോൾ 1 minus VGS by -5 is equal to square root of 0.64 എന്ന് വരും. That is equal to 0.8 കിട്ടി. അപ്പോൾ minus VGS by -1 is equal to 0.8 minus 1 that is equal to -0.2 വന്നു. അപ്പോൾ VGS is equal to എന്ത് വരും? -5 into 0.2 that is equal to -1 volt. Then IDS RS, ഈ ഇക്വേഷൻ ആണ് നമുക്ക് അറിയുന്നത്. IDS RS is equal to minus VGS ആണ് അല്ലേ? That is equal to minus of -1 that is 1 ആണ്. അപ്പോൾ RS is equal to എത്ര വരും? 1 divided by IDS ന്റെ വാല്യൂ 6.4 milliampere that is equal to 156 ohms വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? ആദ്യം ഞാൻ IDS നുള്ള ഒരു ഇക്വേഷൻ പറഞ്ഞു. IDS is equal to IDS into 1 minus VGS by VP whole square പറഞ്ഞു. Second one എന്താണ്? IDS is equal to minus VGS. IDS into RS is equal to minus VGS. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് RS ന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the best approximation for VC in the circuit shown in the figure will be assume beta to be high. അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന സൈഡിൽ ബെസ്റ്റ് അപ്രോക്സിമേഷൻ ഫോർ VC യുടെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എത്ര വാല്യൂ വരും എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓപ്ഷൻ ഡി 10.7 വോൾട്ടേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നതിൽ ആൻസർ. നോക്ക് എങ്ങനെയാണെന്ന് നോക്കൂ. 7.5 minus 0.7 is equal to 6.8 IC എന്ന് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് IC is equal to എന്ത് വരും? 6.8 by 6.8. അപ്പൊ ഈ 7.5നെ 0.7 മൈനസ് ചെയ്താൽ 6.8 ആണ്. അപ്പൊ എനിക്ക് 1 milliampere വരുന്നുണ്ട്. അപ്പൊ ബീറ്റ നമ്മൾ ലാർജ് ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പൊ I ബീറ്റ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. അപ്പൊ IC which is approximately equal to IE ആണ് അല്ലെ? അപ്പൊ VC is equal to 15 minus 4.3 into 1 that is equal to 10.7 വോൾട്ടേജ് ആണ് വരുന്നത്. ഓക്കെ, സോ VC അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് 10.7 V ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, the circuit shown in the figure supplies powers to an 8 ohm speaker LS. The value of IC and VCE of this circuit respectively will be. നമുക്ക് IC യുടെയും VC യുടെയും വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ 8 ohms റെസിസ്റ്റർ സ്പീക്കർ ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഈ ഒരു സ്പീക്കറിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 8 ohm ആണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? IC യും VC യും ആണ്. ഓപ്ഷൻ എ 7.325 ആംപിയറും അതുപോലെ തന്നെ 0.7 വോൾട്ടേജും ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് KVL Q1 Q2 സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്തിരിക്കുമ്പോൾ -15 പ്ലസ് VB Q2 പ്ലസ് 4 into IE -15 വരും. ഓക്കെ, VB Q2 എന്ന് പറയുന്നത് അതായത് Q2ന്റെ ബേസ് ടു എമിറ്റർ വോൾട്ടേജ് നമ്മൾ Q2ന് എടുത്തിരിക്കുന്നത് 0.7 ആണ്. അപ്പൊ 4 IE that is equal to എത്ര വരുന്നത്? 30 minus 0.7 is equal to 29.3 വരും. ഓക്കെ, IC is equal to IE ആണ്. സോ 29.3 by ഈ 4 ഡിവിഷനിലേക്ക് വരും. that is equal to 7.325 ആംപിയർ. that is IC യുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അടുത്തത് Q2 സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? KVL അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ -15 പ്ലസ് VCE പ്ലസ് 20.3 minus 15 is equal to 0. അപ്പൊ VCE is equal to എത്ര വരും? 0.7 വരും. ഓക്കെ, അതായത് 20.3 മൈനസ് ഈ പ്ലസ് 50 minus 15 ഒക്കെ നമുക്ക് മൈനസ് ചെയ്ത് നമുക്ക് 0.7 വരുന്നുണ്ട്. ഓക്കെ, സോ ദ ട്രാൻസിസ്റ്റർ Q2 ഈസ് ഇൻ ദി സാച്ചുറേഷൻ. അപ്പൊ നമുക്ക് ഈ 0.7 വോൾട്ടേജ് ആണ് നമുക്ക് VCE യിൽ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ പവർ ആംപ്ലിഫയർ delivers 50 watt output at 50% efficiency. The ambient temperature is 25 degree. If the maximum allowable junction
junction temperature is 150 degree, then the maximum thermal resistance QJC that can be tolerated is option C 5 degree C bar W ആണ് വരുന്നത്. Okay, Celsius bar W. അപ്പോൾ 50 വാട്ട് നമുക്ക് പവർ ആംപ്ലിഫയറിലേക്ക് വരുന്ന പവർ ആണ്. അതിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 50% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംബിയന്റ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, അലൗബിൾ മാക്സിമം ജംഗ്ഷൻ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, തെർമൽ റെസിസ്റ്റൻസ് തീറ്റ JC ആണ് അല്ലെ, നമുക്ക് അതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ പവർ ഡെസിപ്പേറ്റഡ് PD is equal to എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 50 × 50/100 that is equal to 25 വാട്ട് വരുന്നുണ്ട്. അപ്പോൾ given T1 നമുക്ക് തന്നിട്ടുണ്ട് 150, TA എന്ന് പറയുന്നത് നമുക്ക് 25 ഡിഗ്രി സെൽഷ്യസ് തന്നിട്ടുണ്ട്. അപ്പോൾ പവർ ഡെലിവേർഡ് that is equal, അല്ലെങ്കിൽ പവർ ഡിസിപ്പേറ്റഡ് that is equal to T minus TA/θ JC ആണ്. അപ്പോൾ θ JC is equal to എന്ന് വരും T minus TA/PD എന്ന് വരും. So 150 minus 25/25 is equal to 5 degree C bar W വരും. Okay. In a multi-stage RC coupled amplifier, the coupling capacitor എന്താ ചെയ്യുന്നത്? Limits the low frequency response. Low frequency response ലിമിറ്റ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? കപ്ലിംഗ് കപ്പാസിറ്റർ ചെയ്യുന്നത് ഒരു മൾട്ടി സ്റ്റേജ് RC coupled amplifier. Okay. നമുക്കൊരു മൾട്ടി സ്റ്റേജ് RC coupled amplifier എന്താണ് ലോ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ എഫക്ട് ചെയ്യുന്നത് കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപാസ് കപ്പാസിറ്റേഴ്സും ആണ് അല്ലേ. അപ്പോൾ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ ആംപ്ലിഫയർ എഫക്ട് ചെയ്യുന്നത് ആരാണ്? ജംഗ്ഷൻ കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ, ഇതാണ് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. ഒരു RC coupled amplifier is common emitter amplifier in which the input is coupled through an RC circuit. At low frequency, the coupling capacitor CC reactance is very high, hence no input signal is allowed to pass. So drop gain to low frequency. അപ്പോൾ ലോ ഫ്രീക്വൻസി എന്താ ചെയ്യുന്നത്? കപ്ലിംഗ് കപ്പാസിറ്റർ CCയുടെ റിയാക്ടൻസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇൻപുട്ട് സിഗ്നൽ ഒന്നും അലൗഡ് ആയിരിക്കില്ല, പാസ് ചെയ്യാനായിട്ട് അലോ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു വീക്കിൽ ഇലക്ട്രോണിക്സ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.